Hello, in this section we are discussing about the interaction of electromagnetic radiation with atmosphere. Electromagnetic radiation atmosphere പല രീതിയിൽ interact ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അതിന്റെ interaction എന്ന് നോക്കാം. Irrespective of source, all radiation detected by remote sensors passes through some distance or path length of atmosphere. ഏത് സോഴ്സിൽ നിന്ന് വന്നതാണെങ്കിലും, അതായത് ആക്റ്റീവ് റിമോട്ട് സെൻസിംഗിൽ നിന്നോ പാസീവ് റിമോട്ട് സെൻസിംഗിൽ നിന്ന് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണെങ്കിലും അതൊരു റിമോട്ട് സെൻസർ ഡിറ്റക്ട് ചെയ്യുമ്പോൾ അത് അറ്റ്മോസ്ഫിയറിൽ കൂടെ ചില ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പാത്ത് ലെന്ത് കവർ ചെയ്യുന്നുണ്ട്. ദ പാത്ത് ലെന്ത് ഇൻവോൾവ് ക്യാൻ വെരി വൈഡ്ലി. ഈ പാത്ത് ലെന്ത് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിമോട്ട് സെൻസിംഗിൽ കാണപ്പെടുന്നത്. For example, space photography results from sunlight that passes through the full thickness of Earth's atmosphere twice on its journey from source to sensor. On the other hand, an airborne thermal sensor detects energy emitted directly from object on the Earth, so a single relatively short atmospheric path length is involved. സ്പേസ് ഫോട്ടോഗ്രാഫിയിലും ഏരിയൽ ഫോട്ടോഗ്രാഫിയിലും പാത്ത് ലെന്ത് എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ്. സ്പേസ് ഫോട്ടോഗ്രാഫിയിലാണെങ്കിൽ സൺലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എർത്ത് അറ്റ്മോസ്ഫിയറിൽ സോഴ്സിനും സെൻസറിനും ഇടയിൽ ഇരട്ടി തവണ, അതായത് 2 തവണ യാത്ര ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്, ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെന്ത് കവർ ചെയ്യുന്നുണ്ട്. അതേസമയം ഒരു എയർബോൺ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ ഹെലികോപ്റ്ററിലോ എയർക്രാഫ്റ്റിലോ ഒക്കെ എടുത്ത് വയ്ക്കുന്ന എയർബോൺ തെർമൽ സെൻസർ ആണെങ്കിൽ അത് സിംഗിൾ സ്ട്രെച്ചിൽ തന്നെ ഒറ്റ തവണ മാത്രമായിട്ട് ആ ഒരു എപ്പോഴാണോ അത് എമിറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പാത്ത് ലെന്ത് എന്ന് പറയുന്നത് ഒറ്റ തവണ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അതേസമയം സ്പേസ് ഫോട്ടോഗ്രാഫിയിലാണെങ്കിൽ അത് ട്വൈസ് അറ്റ് അറ്റ്മോസ്ഫിയറിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഓരോ ഫോട്ടോഗ്രാഫിക്ക് അനുസരിച്ചും ഓരോ റിമോട്ട് സെൻസേഴ്സിനനുസരിച്ചും പാത്ത് ലെന്ത് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. The net effect of atmosphere varies with these differences in path length and also varies with the magnitude of energy signal being sensed, the atmospheric condition present and the wavelength involved. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. അത് പല ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിന്റെ പാത്ത് ലെന്ത് നേരത്തെ പറഞ്ഞ പാത്ത് ലെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് വ്യാപ്തിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോഴത്തുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, ഇപ്പം ക്ലൗഡി ആണെങ്കിലോ അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഇന്ററാക്ഷന് വ്യത്യാസം വരും. അതിന്റെ വേവ് ലെന്ത്, വരുന്ന റേഡിയേഷന്റെ വേവ് ലെന്തിനനുസരിച്ചും ഇന്ററാക്ഷനിൽ വ്യത്യാസം വരും. Energy interaction with atmosphere goes principally through the mechanisms of absorption, scattering, reflection, refraction. ഇനി അറ്റ്മോസ്ഫിയർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇന്ററാക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും 4 മെക്കാനിസംസ് വഴിയാണ്: അബ്സോർപ്ഷൻ, സ്കാറ്ററിംഗ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ. Absorption. Absorption is the process by which radiant energy is absorbed and converted into other forms of energy. റേഡിയന്റ് എനർജിയെ അബ്സോർവ് ചെയ്യും അത് മറ്റു ഫോംസ് ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ. ദി അബ്സോർപ്ഷൻ ഓഫ് ഇൻസിഡന്റ് റേഡിയന്റ് എനർജി മേ ടേക്ക് പ്ലേസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഓൺ ദ ടെറൈൻ. ഇത്തരത്തിലുള്ള അബ്സോർപ്ഷൻ എന്ന പ്രോസസ്സ് 2 തരത്തിൽ നടക്കാറുണ്ട്. അതായത് അറ്റ്മോസ്ഫിയറിൽ നടക്കാറുണ്ട്, എർത്ത് സർഫസിൽ അല്ലെങ്കിൽ ടെറൈനിലും നടക്കാറുണ്ട്. An absorption band is the range of wavelength in the electromagnetic spectrum within which radiant energy is absorbed by a substance. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ അബ്സോർപ്ഷൻ ബാൻഡ് ഉണ്ട്. ഈ അബ്സോർപ്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് ഒരു റേഞ്ച് ഓഫ് വേവ് ലെന്ത് ഉള്ള ഒരു റേഡിയേഷൻ ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു ബാൻഡാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ബാൻഡിനിടയിൽ റേഡിയന്റ് എനർജി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യും. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് ഒരു സ്പെസിഫിക് ആയിട്ട് റേഞ്ച് ഉള്ള ഒരു വേവ് ലെന്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഉള്ള ഒരു ബാൻഡിനാണ് അബ്സോർപ്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ബാൻഡ് ചില ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസിൽ പതിക്കുമ്പോൾ ആ ഒരു സബ്സ്റ്റൻസ് ആ റേഡിയന്റ് എനർജി അബ്സോർബ് ചെയ്യും. ചീഫ് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷന് പ്രധാനമായിട്ടും റിമോട്ട് സെൻസിംഗ് പ്രോസസ്സിന് 3 കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ഉള്ളത്: ഓസോൺ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ. ഓസോൺ. Ozone serves to absorb the harmful ultraviolet radiation from the sun. Without this protective layer in the atmosphere, our skin would burn when exposed to sunlight. ഓസോണിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. സൂര്യനിൽ നിന്ന് വരുന്ന ഹാനികരമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെ സംരക്ഷിക്കുന്നത് ഓസോൺ ലെയർ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓസോൺ അൾട്രാവയലറ്റ് രശ്മികളെ അബ്സോർബ് ചെയ്യുന്നത് വഴി
അബ്സോർപ്ഷൻ എന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യും. അത് റിമോട്ട് സെൻസിങ് പ്രോസസ്സിൽ അറ്റ്മോസ്ഫിയറിലെ ഇന്ററാക്ഷനിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ്. Carbon dioxide is referred to as a greenhouse gas. This is because it tends to absorb radiation strongly in the mid and far infrared, that is the thermal infrared portion of the spectrum, area associated with the thermal heating, which serves to trap this heat inside the atmosphere. Absorption influence ചെയ്തേക്കുന്ന രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡിനെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് കാരണം ഇത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള മിഡ് ആൻഡ് ഫാർ ഇൻഫ്രാറെഡ് പോർഷൻ, അതായത് തെർമൽ ഇൻഫ്രാറെഡ് പോർഷനെ അബ്സോർബ് ചെയ്യുകയും ഇത് അറ്റ്മോസ്ഫിയറിൽ ചൂട് ട്രാപ്പ് ചെയ്ത് നിർത്താനും സഹായിക്കുന്നുണ്ട്. അതായത് തെർമൽ ഹീറ്റിങ്ങിന് സഹായിക്കുന്ന ഒരു ഗ്യാസ് ആണ് കാർബൺ ഡയോക്സൈഡ്. അതുകൊണ്ടാണ് അതിനെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും അത് അബ്സോർബ് ചെയ്യുന്നത് മിഡ് ആൻഡ് ഫാർ ഇൻഫ്രാറെഡ് പോർഷനെയാണ്. വാട്ടർ വേപ്പർ. The water vapor in the atmosphere absorb much of the incoming long wave thermal infrared and short wave microwave radiation. The presence of water vapor in the lower atmosphere varies greatly from location to location and at different times of the year. മൂന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ ആണ്. വാട്ടർ വേപ്പർ പ്രധാനമായിട്ടും അബ്സോർബ് ചെയ്യുന്നത് ഇൻകമിംഗ് ആയിട്ടുള്ള ലോങ് വേവ് ആയിട്ടുള്ള തെർമൽ ഇൻഫ്രാറെഡ് റേഡിയേഷനെയും അതുപോലെ തന്നെ ഷോർട്ട് വേവ് ആയിട്ടുള്ള മൈക്രോവേവ് റേഡിയേഷനെയുമാണ്. വാട്ടർ വേപ്പറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രധാനമായിട്ടും അത് പ്രസന്റ് ചെയ്യുന്നത് ലോവർ അറ്റ്മോസ്ഫിയറിലാണ്. മാത്രമല്ല അത് ലൊക്കേഷൻ ടു ലൊക്കേഷൻ അനുസരിച്ചും ഓരോ സീസൺ അനുസരിച്ചും വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓസോൺ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടുള്ള അബ്സോർപ്ഷൻ ഏജന്റ്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത്. ഓസോൺ അൾട്രാവയലറ്റും, കാർബൺ ഡയോക്സൈഡ് മിഡ് ആൻഡ് ഫാർ ഇൻഫ്രാറെഡും, വാട്ടർ വേപ്പർ ലോങ് വേവ് തെർമൽ ഇൻഫ്രാറെഡും ഷോർട്ട് വേവ് മൈക്രോവേവ് റേഡിയേഷനെയും അബ്സോർബ് ചെയ്യുകയും റിമോട്ട് സെൻസിംഗ് പ്രോസസ്സിൽ ഇന്ററാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്നു. Atmospheric window. There are some wavelengths of electromagnetic spectrum where atmospheric absorption is high and others where it is low. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഡിഫറെന്റ് വേവ് ലെങ്ത്സ് ഉണ്ട്. അതിൽ ചില വേവ് ലെങ്ത് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് അബ്സോർപ്ഷൻ വളരെ കൂടുതലും ചില വേവ് ലെങ്തിന് അറ്റ്മോസ്ഫിയറിക് അബ്സോർപ്ഷൻ വളരെ കുറവുമായിരിക്കും. ഏരിയാസ് ഓഫ് ലോ അബ്സോർപ്ഷൻ ആർ സംടൈംസ് റെഫർഡ് ടു ആസ് അറ്റ്മോസ്ഫിയറിക് വിൻഡോ. ഇത്തരത്തിൽ ലോ അബ്സോർപ്ഷൻ ആയിട്ടുള്ള ഏരിയ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് വിൻഡോ എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു മീഡിയം ആണ്, ഒരു ഏരിയ ആണ് അറ്റ്മോസ്ഫിയറിക് വിൻഡോ എന്ന് പറയുന്നത്. It is in these regions the spectrum that provide the best opportunity for remote sensing. ഈ അറ്റ്മോസ്ഫിയറിക് വിൻഡോ എന്ന് പറയുന്ന റീജിയൻ ആണ് റിമോട്ട് സെൻസിംഗ് പ്രോസസ്സിന് ഏറ്റവും ആക്റ്റീവ് ആയിട്ടും ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത്. കാരണം അവിടെ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വളരെ മിനിമം ആയതുകൊണ്ട് തന്നെ റിമോട്ട് സെൻസിംഗ് പ്രോസസ്സിനെ അത് ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് വിൻഡോ റിമോട്ട് സെൻസിംഗ് പ്രോസസ്സിനെ വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്നു. The key atmospheric windows ഇനി പ്രധാനപ്പെട്ട അറ്റ്മോസ്ഫിയറിക് വിൻഡോ പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. The visible window between 0.4 to 0.9 micrometer, the near infrared window between 1.5 to 1.75 micrometer and 2 to 2.4 micrometer, the far infrared window between 3 to 5 micrometer and 8 to 40 micrometer. Absorption എന്ന പ്രോസസ് കഴിഞ്ഞ അടുത്ത പ്രോസസ് scattering. Scattering is the redirection of electromagnetic radiation by the particles suspended in the atmosphere. അറ്റ്മോസ്ഫിയറിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പാർട്ടിക്കിൾസിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് തട്ടുകയും അത് റീഡയറക്റ്റ് ചെയ്ത് പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്കാറ്ററിംഗ്. The amount of scattering which take place depends upon the size of particles, abundance of particles, wavelength of electromagnetic radiation and the depth of atmosphere. ഇനി സ്കാറ്ററിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസിന്റെ സൈസ്, എത്രത്തോളം കാണപ്പെടുന്നു, അബൻഡൻസ് എത്രയുണ്ട്, കുറച്ചാണോ കൂടുതലാണോ അതനുസരിച്ച് അതിന്റെ സ്കാറ്ററിംഗിന് വ്യത്യാസം വരാം. വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വേവ് ലെങ്ത്, അറ്റ്മോസ്ഫിയറിന്റെ ഡെപ്ത്. And there are mainly two types of scattering. പ്രധാനമായിട്ടും സ്കാറ്ററിംഗിനെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്: selective scattering and non-selective scattering. And the selective scattering is again divided into three: Rayleigh scattering, Mie scattering, and Raman scattering. Rayleigh scattering. Rayleigh scattering was discovered by Lord Rayleigh in 1890s. Rayleigh scattering discover ചെയ്തത് 1890s ലോർഡ് റെയ്ലി ആണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ആ ഒരു സ്കാറ്ററിംഗ് അറിയപ്പെടുന്നത്.
This type of scattering is caused by gases in the upper atmosphere, more specifically by particles that are smaller than the wavelength of radiation. Rayleigh scattering പ്രധാനമായി നടക്കുന്നത് അപ്പർ അറ്റ്മോസ്ഫിയറിലെ ഗ്യാസ് പാർട്ടിക്കിൾസിലാണ്. അതായത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് 9 മുതൽ 10 കിലോമീറ്റർ മുകളിലാണ് റെയ്ലേ സ്കാറ്ററിംഗ് നടക്കുന്നത്. പ്രധാനമായിട്ടും വേവ്ലെങ്ത് ഓഫ് റേഡിയേഷന് കുറവായിട്ടുള്ള ഡയമീറ്ററുള്ള പാർട്ടിക്കിൾസിലാണ്. അതായത് വേവ്ലെങ്ത് ഓഫ് റേഡിയേഷനെക്കാട്ടും ചെറുതായിട്ടുള്ള സ്മോളർ ആയിട്ടുള്ള പാർട്ടിക്കിൾസിലാണ് റെയ്ലേ സ്കാറ്ററിംഗ് നടക്കുന്നത്. This could be particles such as specks of dust, nitrogen and oxygen molecules. ഇത്തരത്തിലുള്ള പാർട്ടിക്കിൾസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡസ്റ്റ് പാർട്ടിക്കിൾസും നൈട്രജൻ ഓക്സിജൻ മോളിക്യൂൾസുമാണ്. It is also referred to as molecular scattering and clear atmospheric scattering. Rayleigh scattering, molecular scattering എന്നും clear atmospheric scattering എന്നും അറിയപ്പെടാറുണ്ട്. The fact that the sky appears blue during the day, haze in imagery, is because of this phenomena. റെയ്ലേ സ്കാറ്ററിംഗിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്കൈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നതും അതുപോലെ തന്നെ ഇമേജറീസിൽ ഹെയ്സ് കാണപ്പെടുന്നതും ഒക്കെ റെയ്ലേ സ്കാറ്ററിംഗ് കാരണമാണ്. The shorter violet and blue wavelength are more effectively scattered than the longer green and red wavelength. സ്കാറ്ററിംഗ് കൂടുതലായിട്ട് നടക്കുന്നത് ഷോർട്ടർ വേവ്ലെങ്ത് ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ റേഡിയേഷൻസിനാണ്. അതായത് അൾട്രാ വയലറ്റ്, ബ്ലൂ വേവ്ലെങ്ത് ഒക്കെ ഉള്ളത് പെട്ടെന്ന് തന്നെ സ്കാറ്റർ ചെയ്യും. അതേസമയം ഗ്രീനും റെഡും ഒക്കെ വേവ്ലെങ്ത് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ സ്കാറ്ററിംഗ് വളരെ കുറവായിരിക്കും. That is why most remote sensing systems avoid detecting and recording wavelength in the ultraviolet and blue portions of the spectrum. അതുകൊണ്ട് തന്നെ റിമോട്ട് സെൻസിംഗ് സിസ്റ്റവും റിമോട്ട് സെൻസിംഗ് പ്രോസസ്സും കൂടുതലായിട്ട് അൾട്രാവയലറ്റ് പോർഷൻസിനെയോ അല്ലെങ്കിൽ ബ്ലൂ പോർഷൻസിനെയോ ഒന്നും തന്നെ ഡിറ്റക്ട് ചെയ്യുകയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്യാറില്ല. കാരണം അത് പെട്ടെന്ന് തന്നെ സ്കാറ്റർ ചെയ്ത് പോകാറുള്ളതുണ്ട്. മൈ സ്കാറ്ററിംഗ്. സെലക്റ്റീവ് സ്കാറ്ററിംഗിൽ രണ്ടാമത്തെ ടൈപ്പാണ് മൈ സ്കാറ്ററിംഗ്. It is also referred to as non-molecular scattering. Mie scattering non-molecular scattering എന്നും അറിയപ്പെടുന്നു. Mie scattering was discovered by Gustav Mie in the early 1900s. ഇത് ഡിസ്കവർ ചെയ്തത് 1900s ഗുസ്താവ് മൈ ആണ്. This type of scattering take place in the lower atmosphere, that is from 4.5 km, where there may be many essential spherical particles present with the diameters approximately equal to the size of the wavelength of the incident energy. മൈ സ്കാറ്ററിംഗ് പ്രധാനമായി നടക്കുന്നത് ലോവർ അറ്റ്മോസ്ഫിയറിലാണ്. അതായത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് 4.5 കിലോമീറ്റർ വരെയുള്ള ഹൈറ്റിലുള്ള ഭാഗത്താണ് മൈ സ്കാറ്ററിംഗ് നടക്കുന്നത്. ഇവിടെ ഒത്തിരി സ്പെറിക്കൽ പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ഉണ്ട്. ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇൻസിഡന്റ് ആയിട്ടുള്ള എനർജിയുടെ വേവ് ലെന്തിന്റെ ഡയമീറ്ററിന് ഈക്വൽ ആയിട്ടായിരിക്കും. അതായത് വരുന്ന വേവ് ലെന്ത് ഓഫ് ഇൻസിഡന്റ് എനർജിയുടെ അതേ സൈസിലുള്ള അല്ലെങ്കിൽ ആൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള പാർട്ടിക്കിൾ സൈസിലാണ് മൈ സ്കാറ്ററിംഗ് നടത്തുന്നത്. റെയ്ലേ സ്കാറ്ററിംഗ് ആണെങ്കിൽ പാർട്ടിക്കിൾ സൈസ് വേവ് ലെന്തിനെക്കാട്ടും കുറവായിരിക്കും. മൈ സ്കാറ്ററിംഗിന് ഏതാണ്ട് വേവ് ലെന്തിന്റെ അതേ സൈസിലുള്ള പാർട്ടിക്കിൾസിലാണ് മൈ സ്കാറ്ററിംഗ് നടക്കുന്നത്. Mie scattering mainly occurred in the visible and near infrared spectra. Mie scattering പ്രധാനമായി നടക്കുന്നത് വിസിബിൾ സ്പെക്ട്രത്തിലും അതുപോലെ തന്നെ നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിലുമാണ്. For visible light, the main scattering agents are dust and other particles ranging from a few tenths of the micrometer to several micrometer in diameter. ഈ വിസിബിൾ ലൈറ്റിലാണെങ്കിൽ പ്രധാനപ്പെട്ട സ്കാറ്ററിംഗ് ഏജൻസ് എന്ന് പറയുന്നത് ഡസ്റ്റും അതുപോലെ തന്നെ മറ്റു പാർട്ടിക്കിൾസും ആണ്. ഈ പാർട്ടിക്കിൾസിന്റെ സൈസ് വേരി ചെയ്യുന്നത് വളരെ ചെറിയ ടെൻസ് ഓഫ് മൈക്രോമീറ്റർ മുതൽ വളരെ വലിയ മൈക്രോമീറ്റർ വരെ ഡയമീറ്റർ റേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസും ഡസ്റ്റും ഒക്കെയാണ് മൈ സ്കാറ്ററിംഗിന്റെ പ്രധാനപ്പെട്ട ഏജൻസ് എന്ന് പറയുന്നത്. Raman scattering. Raman scattering was discovered by Sir C.V. Raman in 1928. സെലക്റ്റീവ് സ്കാറ്ററിംഗ് മൂന്നാമത്തെ ടൈപ്പാണ് രാമൻ സ്കാറ്ററിംഗ്. അത് ഡിസ്കവർ ചെയ്തത് 1928 സർ സി വി രാമനാണ്. This form of scattering occurs as photon has an elastic collision with molecules resulting in loss or gain of energy. ഇത്തരത്തിലുള്ള സ്കാറ്ററിംഗ് നടക്കുന്നത് പ്രധാനമായും ഒരു ഫോട്ടോൺ ഒരു മോളിക്യൂൾസുമായിട്ട് എലാസ്റ്റിക് കൊളീഷൻ നടത്തുകയും ആ ഒരു കൊളീഷന്റെ ഭാഗമായിട്ട് എനർജി ഗെയിൻ ചെയ്യുകയോ ലോസ് ചെയ്യുമ്പോഴാണ്. Such scattering can increase or decrease the wavelength of radiation. രാമൻ സ്കാറ്ററിംഗ് കാരണം വരുന്ന റേഡിയേഷന്റെ വേവ് ലെന്തിന് ഇൻക്രീസ് ഉണ്ടാവുകയോ ഡിക്രീസ് ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ട്. And it is associated with atmospheric particles of any size or material. രാമൻ സ്കാറ്ററിംഗ് നടത്തുന്ന പാർട്ടിക്കിൾസിന് പ്രത്യേക സൈസ് വേണമെന്നില്ല. ഏത് സൈസിലുള്ള പാർട്ടിക്കിൾസിനും ഏത് മെറ്റീരിയലുള്ള പാർട്ടിക്കിൾസിനും രാമൻ സ്കാറ്ററിംഗ് നടക്കാം. It is caused by atmospheric particles which are larger, smaller or equal to that of the wavelength of the radiation being sensed. രാമൻ സ്കാറ്ററിംഗിന്റെ പാർട്ടിക്കിൾസിന്റെ സൈസ് ലാർജർ ആവാം, സ്മോളർ ആവാം, അല്ലെങ്കിൽ വരുന്ന വേവ് ലെങ്ത് ഓഫ് റേഡിയേഷന് ഈക്വലും ആവാം.
Atmospheric particles may be gaseous, water droplets, fumes or dust particles. ഇനി ആ മെറ്റീരിയൽസിന്റെ പ്രത്യേകത അത് ഗേഷ്യസ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഫ്യൂംസ് ആവാം, അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസും ആവാം. അപ്പോൾ ഏതൊരു മെറ്റീരിയലും ഏത് സൈസുള്ള മെറ്റീരിയലിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ് രാമൻ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എനർജി ലൂസ് ചെയ്യോ ഗെയിൻ ചെയ്യുകയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ്, സ്കാറ്ററിംഗിന്റെ അവസാനത്തെ ടൈപ്പ് അല്ലെങ്കിൽ രണ്ടാമത്തെ മെയിൻ ടൈപ്പ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ്. Non-selective scattering takes place in the lowest portion of the atmosphere where there are particles greater than 10 times the wavelength of the incident electromagnetic radiation. Non-selective scattering പ്രധാനമായി നടക്കുന്നത് ലോവർ അറ്റ്മോസ്ഫിയറിലാണ്. ഇവിടുത്തെ പാർട്ടിക്കിൾ സൈസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വരുന്ന ഇൻസിഡന്റ് എനർജിയുടെ വേവ് ലെന്തിനെക്കാട്ടും 10 മടങ്ങ് സൈസ് കൂടിയ പാർട്ടിക്കിൾസിലാണ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് നടക്കുന്നത്. പാർട്ടിക്കിൾ സൈസ് ഇൻസിഡന്റ് ആയിട്ടുള്ള എനർജിയെക്കാട്ടും കൂടുതലായിരിക്കണം നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കണ്ടീഷൻ. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആൻഡ് ലാർജ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ക്യാൻ കോസ് ദിസ് ടൈപ്പ് ഓഫ് സ്കാറ്ററിംഗ്. ഇത്തരത്തിലുള്ള സ്കാറ്ററിംഗ് പ്രധാനമായി നടക്കുന്നത് ലാർജ് ഡസ്റ്റ് പാർട്ടിക്കിൾസിലും അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിലുമാണ്. Non-selective scattering gets its name from the fact that all wavelengths are scattered about equally. നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് എന്നതിന് പേര് വരാൻ കാരണം ഇത്തരത്തിൽ ഇൻസിഡന്റ് ചെയ്യുന്ന വേവ് ലെന്ത് ഒരുപോലെ സ്കാറ്റർ ചെയ്ത് പോകുന്നു. അതുകൊണ്ടാണ് അതിനെ നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് എന്ന് വിളിക്കാൻ കാരണം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് വരുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾസ് ഇൻസിഡന്റ് ചെയ്യും, അത് ഈക്വൽ ആയിട്ട് സ്കാറ്റർ ചെയ്ത് എത്ര വേവ് ലെന്ത് വന്നാലും അത് ഈക്വൽ ആയിട്ട് സ്കാറ്റർ ചെയ്ത് പോകുന്നെങ്കിൽ അത്തരത്തിലുള്ള സ്കാറ്ററിങ്ങിനെ വിളിക്കുന്ന പേരാണ് non-selective scattering. This type of scattering causes fog and cloud to appear white in our eyes because blue, green and red light are scattered in approximately equal quantities. Non-selective scattering എന്ന പ്രതിഭാസം ഉള്ളത് കൊണ്ടാണ് ക്ലൗഡ്സും ഫോഗും ഒക്കെ വൈറ്റ് കളറായിട്ട് കാണപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഈക്വൽ ആയിട്ട് ബ്ലൂ ലൈറ്റും ഗ്രീൻ ലൈറ്റും റെഡ് ലൈറ്റും ഈക്വൽ ആയിട്ട് സ്കാറ്റർ ചെയ്ത് പോകുന്നു. അതുകൊണ്ട് അത് വൈറ്റ് കളറായിട്ട് കാണുന്നു. അതേസമയം സെലക്റ്റീവ് സ്കാറ്ററിംഗിലാണെങ്കിൽ ഏതെങ്കിലും ഒരു റേ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് മാത്രമായിരിക്കും സ്കാറ്റർ ചെയ്ത് പോകുന്നത്. അതേസമയം നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗിൽ വരുന്ന എല്ലാ ഡിഫറെന്റ് വേവ് ലെന്തിലുള്ള എല്ലാ റേസും ഒരുപോലെ സ്കാറ്റർ ചെയ്ത് പോകുന്നു. അതുകൊണ്ട് തന്നെ ആ ഒബ്ജക്ട്സ് എല്ലാം തന്നെ വൈറ്റ് കളറിൽ കാണപ്പെടുന്നു. അതിന് എക്സാമ്പിൾ ആണ് ഫോഗും ക്ലൗഡും ഒക്കെ. അറ്റ്മോസ്ഫിയറിക് സ്കാറ്ററിംഗ് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കൊടുത്തേക്കുന്ന ഒരു ഫിഗർ ആണ്. ആദ്യത്തേത് റെയിലേ സ്കാറ്ററിംഗ്. റെയിലേ സ്കാറ്ററിംഗ് നടക്കുന്നത് ഗ്യാസ് മോളിക്യൂൾസിലാണ്, പ്രധാനമായിട്ടും ഓക്സിജൻ ആൻഡ് നൈട്രജൻ മോളിക്യൂൾസിലാണ്. ഇവിടുത്തെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് വരുന്ന എനർജിയുടെ വേവ് ലെന്തിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ഇനി മൈ സ്കാറ്ററിംഗ് നടക്കുന്നത് സ്മോക്കിലും ഡസ്റ്റിലും ആണ്. ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഈക്വൽ ആണ്. ഈ നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് നടക്കുന്നത് വലിയ വലിയ ഒബ്ജക്ട്സിലാണ്. ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് വരുന്ന ഇൻസിഡന്റ് എനർജിയുടെ വേവ് ലെന്തിനെ അപേക്ഷിച്ച് വലുതാണ്. വാട്ടർ വേപ്പറാണ് പ്രധാനമായിട്ടും നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് നടക്കുന്നത്. എല്ലാ ലൈറ്റും ഒരുപോലെ സ്കാറ്റർ ചെയ്ത് പോകുന്നു. ഇതിന് പുറമെയുള്ള സ്കാറ്ററിംഗ് ആണ് രാമൻ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഫോട്ടോൺ കൊളീഷൻ മോളിക്യൂൾസുമായിട്ട് ഉണ്ടാവുകയും എനർജി ഗെയിനോ ലോസോ ആവുകയും ചെയ്യുന്നു. റിഫ്ലക്ഷൻ. അറ്റ്മോസ്ഫിയറിക് ഇന്ററാക്ഷൻ നടക്കുന്നതിൽ മൂന്നാമത്തെ ഇന്ററാക്ഷൻ ആണ് റിഫ്ലക്ഷൻ. Reflection is a process whereby radiation bounces off an object like the top of a cloud, a water body or a terrestrial earth. റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നിന്നും റേഡിയേഷൻ ബൗൺസ് ചെയ്ത് പോകുന്നതിന് പ്രോസസ്സിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതൊരു ക്ലൗഡിന്റെ ടോപ്പിൽ നിന്നാവാം, അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയിൽ നിന്നാവാം, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ എർത്തിൽ നിന്നും ആവാം. Reflection differs from scattering is that the direction associated with the scattering is unpredictable, but in the case of reflection, it is predictable. റിഫ്ലക്ഷനും സ്കാറ്ററിംഗും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് സ്കാറ്ററിംഗിൽ നിന്നും എവിടേക്ക് അത് ലൈറ്റ് റീഡയറക്ട് ചെയ്ത് പോകുന്നു എന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ റിഫ്ലക്ഷനിൽ എവിടെയാണോ അത് റീഡയറക്ട് ചെയ്ത് പോകുന്നത് അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബൗൺസ് ചെയ്ത് പോകുന്നത് കറക്റ്റ് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. റിഫ്ലക്ഷൻ എക്സിബിറ്റ്സ് ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ആർ ഇമ്പോർട്ടന്റ് ഇൻ ദ റിമോട്ട് സെൻസിംഗ് പ്രോസസ്. റിമോട്ട് സെൻസിംഗ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എക്സിബിറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഇൻസിഡന്റ് റേഡിയന്റ് ഫ്ലക്സ് ഫ്രം ദ സൺ ഇസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ക്ലൗഡ് ആൻഡ് അതർ മെറ്റീരിയൽ ഇൻ ദ അറ്റ്മോസ്ഫിയർ. സൂര്യനിൽ നിന്ന് വരുന്ന ഇൻസിഡന്റ് എനർജി ക്ലൗഡിന്റെ ടോപ്പിൽ നിന്നും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിന്റെ മറ്റു മെറ്റീരിയൽസിന്റെ പ്രതലത്തിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. എ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് ദിസ് എനർജി ഈസ് റീറേഡിയേറ്റഡ് ബാക്ക് ടു സ്പേസ്. ഇത്തരത്തിൽ റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്
സ്പേസിലോട്ട് റീറേഡിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് റിമോട്ട് സെൻസിങ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസും ഇന്ററാക്റ്റും ചെയ്യുന്നു. Refraction. The last process is refraction. It is a change in the direction of a wave passing from one medium to another. Refraction എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലോട്ട് ഒരു വേവ് പാസ് ചെയ്തു പോകുമ്പോൾ അതിന് വരുന്ന മാറ്റം, അതിന്റെ ഡയറക്ഷനിൽ വരുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ ബെൻഡിങ്ങിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. Refraction occurs when electromagnetic radiation passes from one medium to a second medium of different density. Refraction പ്രധാനമായും ഉണ്ടാകുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിൽ, അതായത് ഡിഫറെന്റ് ഡെൻസിറ്റി ഉള്ള ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലോട്ട് പാസ് ചെയ്ത് പോകുമ്പോഴാണ് റിഫ്രാക്ഷൻ ഉണ്ടാകുന്നത്. This occurs in the atmosphere where it is stratified. റിഫ്രാക്ഷൻ പ്രധാനമായും ഉണ്ടാകുന്നത് സ്ട്രാറ്റിഫൈഡ്, അതായത് ഹെട്രോജീനിയസ് അറ്റ്മോസ്ഫിയറിലാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. ഇനി സ്റ്റേബിൾ അറ്റ്മോസ്ഫിയർ ഇറ്റ്സ് ഇഫക്റ്റ് ആർ മിനിമം. അതേസമയം സ്റ്റേബിൾ അറ്റ്മോസ്ഫിയർ, പ്രത്യേകിച്ച് ഹോമോജീനിയസ് ഡെൻസിറ്റി ഒക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ ഇതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ മിനിമൽ ആണ്. In a turbulent atmosphere, refraction influences the direction of incident and outgoing radiation, thereby affecting the geometric accuracy of a remotely sensed image. ഇനി വളരെ ടർബുലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ, ഹെട്രോജിനിയസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ റിഫ്രാക്ഷൻ നടക്കുന്നു. അതെങ്ങനെ നടക്കുന്നത് മാത്രമല്ല, വരുന്ന ഇൻസിഡന്റ് എനർജിയുടെയും ഔട്ട് ഗോയിങ് റേഡിയേഷന്റെ ഡയറക്ഷൻ അത് ഇൻഫ്ലുവൻസ് ചെയ്യുകയും അത് റിമോട്ട് സെൻസിങ് ഇമേജിന്റെ ആക്യുറസിയെ ബാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് റിഫ്രാക്ഷൻ എന്ന പ്രോസസ്സ് റിമോട്ട് സെൻസിങ് പ്രോസസ്സിനെ അറ്റ്മോസ്ഫിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ററാക്ഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിലുള്ളത്. റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, സ്കാറ്ററിംഗ് ആൻഡ് അബ്സോർപ്ഷൻ.